ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇടിച്ചക്കയോട് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഇടിച്ചക്കേൻ്റെ ഒരു കഷ്ണമാണ് എടുത്തത്. അത് ഞാൻ 4 കഷ്ണമാക്കി മുറിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോയിൽ പിടിച്ചത്. ഇത് അയൽവാസിയിലെ പ്ലാവിൽ ആദ്യമായിട്ടൊരു ചക്ക ഉണ്ടായതാണ് കേട്ടോ. അത് അവൾ തള്ളിയിട്ട സമയത്ത് എനിക്കൊരു കഷ്ണം തന്നതാണ്. അതിൻ്റെ മീതത്തെ തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഇതുപോലെയാണ് കേട്ടോ മുറിച്ചെടുത്തത്. എന്നിട്ടത് വെള്ളത്തിലിട്ടൊന്ന് കഴിയതിന് ശേഷം കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കണത്. ഇത് ഇടിച്ചക്ക പരുവൊക്കെ തെറ്റിയിട്ട് ചുളയും കുരുവൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പരുവത്തിലുള്ളതാണ്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ട് ചക്ക വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് അടുപ്പത്ത് വെക്കുക. ഒരു വിസിൽ കയറ്റിയെടുത്തിട്ട് ആ വിസിൽ മുഴുവൻ പോണ വരെ അങ്ങനെ വെക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും ചക്ക വെന്ത് കിട്ടും. അപ്പം ചക്ക ദാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെന്ത ചക്ക ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്കൊന്ന് ഊറ്റി വയ്ക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടണം. അപ്പോൾ അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണ ചെറിയ ഉരലുണ്ടല്ലോ, അതിലിട്ടിട്ട് കുത്തി ചതച്ചെടുക്കുക. അല്ലെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇതുപോലെ ഒതുക്കിയെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ ചെറിയ ഉരലിലിട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 6 ചെറിയ ഉള്ളി, 4 വെളുത്തുള്ളി അല്ലി, ഒരു വലിയ പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കണം. ഇനി ഒതുക്കി വെച്ച ചക്ക വറവിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിരുന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂണ് പുഴുക്കല്ലരി കഴുകിയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലിട്ടിട്ടൊന്ന് നല്ലോണം മൊരിച്ചെടുക്കണം. ഈ ഇടിച്ചക്ക ഉപ്പേരി ആയാലും തോരനായാലും വെക്കുന്ന സമയത്ത് ഈ അരി വറുത്ത് ചേർത്തുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ അരിയൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. ഇതിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ ഇത് ഇടിച്ചക്കത്തോരനാവും. ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് തോരനാണ്. ഇപ്രാവശ്യം തേങ്ങ ഇടാതെ ഇടിച്ചക്ക ഉപ്പേരിയായിട്ട് ഉണ്ടാക്കിയിട്ട് വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പം ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഒതുക്കി വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചക്ക ആദ്യമായിട്ട് വെക്കുന്നതിനെ കൊണ്ട് ഇതിൻ്റെ വേവ് എങ്ങനെയാ അറിയില്ല കേട്ടോ. ഒരു വിസിൽ വന്നിട്ട് ആവിയൊക്കെ പോയപ്പോഴേക്കും ചക്ക നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള ചക്കയൊക്കെ 2 വിസിൽ വരണം, അത്രയ്ക്കും വേവുള്ളൊരു ചക്കയാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് കുഴഞ്ഞ മാതിരി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിന് നല്ലോണമൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞങ്ങളെ തൊടിയിലെ പ്ലാവിൽ ധനുമാസത്തിലാണ് കേട്ടോ ചക്ക വിരിയുക. ഇത് അടുത്ത തൊടിയിൽ ആദ്യമായിട്ട് ഉണ്ടായതാണ് ഈ ഒരു ഇടിച്ചക്ക. അപ്പോൾ അത് വലിയ ചക്കയായാൽ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടിച്ചക്കയായിട്ട് പറിച്ചെടുത്തത്. അപ്പോൾ ഞങ്ങൾ 3 കൂട്ടർ കൂടിയിട്ടാണ് ഈ ചക്ക എടുത്തത്. അപ്പോൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇത് ആദ്യത്തെ ചക്കയെ കൊണ്ട് ഉപ്പേരിയായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം ചക്കപ്പേരി വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റുക. അങ്ങനെ ഈ വർഷത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചക്കപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അത് എന്തായാലും വളമിടാത്ത നാച്ചുറലായിട്ടുള്ള ഒരു ഉപ്പേരിയല്ലേ. ഇപ്രാവശ്യം ഇടിച്ചക്ക ഉപ്പേരിയായിട്ടും പുഴുക്കായിട്ടൊക്കെ ആരെങ്കിലും കഴിച്ചവരുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇടിച്ചക്കപ്പേരി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.